പാവം ചെറുപ്പക്കാരെ തല്ലിച്ചതച്ചിട്ട് അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ചവർക്ക് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ടു മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ ശനിദശ തുടരുകയാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സംഭവത്തിൽ തുടരന്വേഷണം നടത്തി 5 പേരെയാണ് SIT പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ചുമത്തിയിരിക്കുന്നത് വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഇതോടെ ഈ 5 എണ്ണവും ഓടി ഒളിച്ചിരിക്കുകയാണ്. കാരണം പുറത്തിറങ്ങിയാൽ SP ഷൗക്കത്ത് അലി എല്ലാത്തിനെയും പൊക്കി അകത്തിടും. പിന്നെ ജാമ്യം കിട്ടാൻ കുറെ പാടുപെടേണ്ടി വരും. അതിനാൽ ഒളിവിലിരുന്നു കൊണ്ട് 5 പേരും ആലപ്പുഴ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. ഇന്ന് ഈ ഹർജികൾ പരിഗണനയ്ക്ക് വന്നപ്പോഴും കനത്ത തിരിച്ചടിയാണ് പ്രതികൾക്കുണ്ടായത്. ജാമ്യാപേക്ഷ കോടതി നാളത്തേക്ക് മാറ്റി. നേരത്തെ 3 മുതൽ 5 വരെ പ്രതികളായ വിപിൻ, ഷൈജു, അരുൺ എന്നിവരുടെ ജാമ്യ ഹർജികൾ ഇന്ന് പരിഗണിക്കാനും 1ഉം 2ഉം പ്രതികളായ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവരുടെ ഹർജികൾ ഈ മാസം 5-ാം തീയതി പരിഗണിക്കാനുമായാണ് കോടതി ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ 1ഉം 2ഉം പ്രതികൾ തങ്ങളുടെ ഹർജികളും ഇന്ന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വാൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തു. കാരണം 5 എന്ന് പറയുമ്പോൾ ഇനിയും 3 ദിവസം കൂടിയുണ്ട്. അപ്പോൾ അത്രയും വൈകിയാൽ തങ്ങൾക്കത് തിരിച്ചടിയാകും. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അത്രയും ദിവസം, ആ ദിവസത്തിനിടയ്ക്ക് ഒരു പക്ഷേ തങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഈ 1ഉം 2ഉം പ്രതികൾ ഈ അഡ്വാൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. ഇതോടെ എതിർവാദം ഫയൽ ചെയ്യാൻ കൂടുതൽ സമയം വേണമെന്ന് പരാതിക്കാരുടെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ കോടതി അവർക്ക് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് ഈ 5 ഹർജികളും നാളെ പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റി. അപ്പോൾ ഈ പ്രതിഭാഗം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്, ഹർജി പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ ഹർജിയിൽ ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ തങ്ങളെ അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. അതായത് അറസ്റ്റ് തടയണം. മുൻകൂർ ജാമ്യ ഹർജി തങ്ങൾക്ക് അനുകൂലമാവുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഗുണകരമാകും. അപ്പോൾ ആ ഒരു ഉത്തരവ് വരുന്നത് വരെ അറസ്റ്റ് പാടില്ല എന്നൊരു നിർദ്ദേശം കൊടുക്കണം എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി അത് തള്ളിക്കളയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോടതി പറഞ്ഞത്, ക്രൈം നടന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത്തരം കേസുകളിൽ അറസ്റ്റ് തടയാൻ സെഷൻസ് കോടതികൾക്ക് അധികാരമില്ല എന്നാണ് ജഡ്ജി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും പിണറായി വിജയന്റെ അധികാരകാലത്ത് ഈ ക്രിമിനലുകൾക്ക് സമാനതകളില്ലാത്ത പരിരക്ഷയാണ് ലഭിച്ചത്. അത് നാം കണ്ടതാണ്. കോടതി തുടരന്വേഷണം നടത്തണമെന്ന് 2024 നവംബറിൽ നിർദ്ദേശം നൽകിയിട്ടും അത് നടപ്പാക്കാൻ അന്നത്തെ ആ സർക്കാർ തയ്യാറായില്ല. പ്രതികളുടെ നടപടി കൃത്യനിർവഹണത്തിന്റെ ഭാഗമെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മലയാളികളുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടായിരുന്നു തുടക്കം മുതൽ ഈ വിഷയത്തിൽ LDF സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇരകളായ യുവാക്കൾ കോടതിയെ സമീപിച്ചാണ് അന്വേഷണം, അതായത് തുടരന്വേഷണം വേണമെന്ന ഉത്തരവ് നേടിയെടുത്തത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കിയതും ഇരകളായിരുന്നു. അങ്ങനെ ഒരു ദൃശ്യമില്ലെന്നായിരുന്നു ഈ കേസിന്റെ വാദത്തിനിടയ്ക്ക് അന്ന് സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ അതിന് പകരമായിട്ട് ഈ ഇരകൾ തന്നെ തങ്ങളെ മർദ്ദിക്കുന്നതിന്റെ വിവിധ ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു. അങ്ങനെയാണ് കോടതിക്കത് ബോധ്യപ്പെട്ടത്. തുടർന്ന് ഒരു തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയായിരുന്നു. അപ്പോൾ അന്ന് സർക്കാർ സ്വീകരിച്ച ആ നിലപാടുകൾക്ക് അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് UDF സർക്കാർ അധികാരത്തിലേറിയ ഉടനെ ഉത്തരവിട്ട ഈ തുടരന്വേഷണം. അന്വേഷണത്തിന് ഉത്തരവിട്ട ദിവസങ്ങൾക്കുള്ളിൽ തന്നെ SP ഷൗക്കത്ത് അലിയുടെ സംഘം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു. 5 പേരെയും DGP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടം കൊണ്ട് ഇത് തീരില്ല. കാരണം കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ നീതിന്യായ സംവിധാനത്തിലൂടെ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഗുരുതര കുറ്റകൃത്യമാണ് അവർ ചെയ്തത്. അധികാരത്തിന്റെ തണലും പറ്റി എന്തും ചെയ്യാമെന്ന ധാരണയിൽ കഴിയുന്നവർക്കുള്ള താക്കീതാകണം ഈ കേസിലെ ശിക്ഷയെന്ന് കേരള സമൂഹം ഒന്നടങ്കം പറയുന്നുണ്ട്.